സ്നേഹിതരെ, ബethlehem ടെലിവിഷനിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. ഇന്നേ ദിവസം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, ഒരുപക്ഷെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നതിൽ അനൗചിത്യതയുണ്ട്. പാലാരൂപതയുടെ സഹായമെത്രാനായിരുന്ന് ആ പദവിയിൽ നിന്നും ഒഴിഞ്ഞ് താപസ ജീവിതത്തിൽ കടന്നു വന്ന അഭിവന്യ ജേക്കബ് മുരിക്കൻ പിതാവാണ്. പിതാവിനെ അത്യധികമായ സ്നേഹത്തോടെ ഈ പങ്ക്തിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പിതാവ് നസ്രായ പാരമ്പര്യത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിളിക്കപ്പെടാവുന്ന പാലാ പ്രദേശത്ത് ആ രൂപതയിലെ സഹായമെത്രാനായിരുന്ന ഇടയദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന അങ്ങ് വളരെ പെട്ടെന്ന് പറയുന്നില്ല, കുറേ കാലങ്ങളായി ആലോചിക്കുന്നൊരു കാര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത്തരം ഒരു താപസ ജീവിതത്തിലേക്കും കൂടുതൽ വചന പഠനത്തിനും ഒക്കെ ആയിട്ട് ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനുണ്ടായ ഒരു ആ പ്രേരണ, അതൊന്ന് വിശദീകരിക്കാമോ? പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒക്കെ കിട്ടുന്ന ഒരു ഉൾവിളിയാണ്. അങ്ങനെ ഒരു നിരന്തരം ആ ഒരു വിളി ലഭിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായിരിക്കും. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ സഭയിലും ലോകത്തിലുമൊക്കെ ആന്തരിക ആധ്യാത്മികതയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നുണ്ടോ എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു പരിശുദ്ധാത്മ പ്രവർത്തനമായിരിക്കാം ഒരു മെത്രാൻ തന്നെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നിയുക്തനാകുമ്പം അത് സഭയ്ക്ക് മുഴുവനും ദൈവജനത്തിനും ലോകത്തിന് തന്നെ ഒരു പ്രചോദനമാകണം എന്നുള്ളതായിരിക്കാം ഒരു പരിശുദ്ധാത്മ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ആന്തരിക ആധ്യാത്മികത ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലെ അതിൽ നിന്ന് ഒട്ടും കുറയാത്തതാണ്. അങ്ങനെയുള്ള നമ്മുടെ പ്രാർത്ഥനയും മറ്റാത്മീയ സുഹൃതങ്ങളും തപശ്ചര്യകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് വിട്ടുകളയാൻ പാടില്ലാത്തതാണെന്നുള്ള ഒരു ചിന്ത ശക്തമായിട്ട് ഇവിടെ വന്ന ശേഷം എനിക്ക് അങ്ങനെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ദൈവം ഒരു പക്ഷേ എന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിച്ചതെന്ന് എനിക്ക് തോന്നുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, മർത്ത ഈശോയെ ശുശ്രൂഷിക്കുക തന്നെയായിരുന്നു. ഈശോയ്ക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുക, ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുക, അങ്ങനെ നല്ല കാര്യമാണ് മർത്ത ചെയ്തത്. പക്ഷേ ഈശോ മർത്തായോട് പറഞ്ഞു, നീ കൂടുതൽ വ്യഗ്രചിത്തയാണ്, മറിയത്തെ കണ്ടു പഠിക്കണം എന്നാണ് പറഞ്ഞത്. അത് കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞത് മറിയത്തിൻ്റെ ആ ഒരു ആത്മീയത, ആത്മീയ ദാഹം, അത് ആത്മീയത ഉണ്ടായ ശേഷമാണ് മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ ഈ പ്രാർത്ഥനയിലും ആഴപ്പെട്ട് വേണം മറ്റു കാര്യങ്ങളൊക്കെ, ഭൗതിക കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഭൗതികരെ പോലെ ആയിത്തീരാൻ സാധ്യതയുണ്ട്. മറ്റെല്ലാവരും കഴിയുന്ന കാര്യങ്ങൾ പോലെ ആയി പോകും. നമ്മൾ ഈശോയുടെ ശിഷ്യന്മാരെ സംബന്ധിച്ചോളം ഈശോയുമായിട്ടുള്ള ഒരു ഐക്യത്തിൽ ഒന്നാണ്. മറിയം വന്ന് പാദാന്തകത്തിലിരുന്നു, ഈശോയിൽ നിന്ന് കേട്ട്. അതാണ് പ്രാധാന്യം കൂടുതലെന്ന് പറയുന്നു എന്നുള്ളതല്ല, അത് അനിവാര്യമാണെന്നുള്ള കാര്യമായിരിക്കും ഇതിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്നതും. അതായത് നമ്മുടെ ബാഹ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലഭ്യമാകേണ്ട ആത്മീയ ചോദനകൾ ദൈവത്തിൽ നിന്ന് തന്നെ സ്വീകരിക്കപ്പെടേണ്ടതാണ്. അപ്പോഴാണല്ലോ നമ്മുടെ കർമ്മം അതിന്റെ അതെ, നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ആ കർമ്മം ചെയ്യാനായിട്ട് സാധിക്കും. മറ്റേത് നമ്മുടെ ബുദ്ധിയിലുള്ള കാര്യങ്ങളായിരിക്കാം അല്ലേ? ഇപ്പം നമ്മളെ വിശ്വാസികളില്ലാത്തവരും അവിശ്വാസികളും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിൽ അങ്ങ് എണ്ണപ്പെട്ടു പോകും. ഒരു വിളിക്കപ്പെട്ടൊരു വ്യക്തി, ക്രിസ്ത്യാനി, സഭയിലെ ഒരു അംഗം ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ പക്ഷേ ഒരു ഭൗതിക കാര്യമാണെങ്കിൽ ആ ഭൗതിക കാര്യത്തിലൂടെ ഒരു വലിയ ആത്മീയ സന്ദേശം ആ ലോകത്തിന് കൊടുക്കാനായിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. പിതാവ് ഇങ്ങോട്ട് ഈ ധ്യാനാത്മകതയിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങിയതിൻ്റെ ആ കാലഘട്ടത്തിലാണോ ഈ അവയവദാനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാനും അതിന്റെ ഒരു പ്രത്യേകതകളെ കുറിച്ച് അതിനൊക്കെ 2016 അപ്പൊ ഇതിന് മുൻപാണല്ലേ? 2017 എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. അതെല്ലാം സുവിശേഷാത്മകമാണ്. സുവിശേഷാത്മകമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഭാഗമാണല്ലോ നമ്മളെ തന്നെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ മെഡിക്കൽ സയൻസ് അവരുടെ ദൈവം നൽകിയിരിക്കുന്ന ബുദ്ധിയാണല്ലോ, ആ ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ അതിന് സാധിക്കും. കാരണം ജീവൻ സംരക്ഷിക്കുക, ജീവൻ നിലനിർത്തുക, അത് ഏറ്റവും പ്രധാനപ്പെട്ടാണല്ലോ. ഈശോ പറഞ്ഞാണ് ജീവൻ നൽകുക, ഈശോയാണ് ജീവൻ നൽകുന്നത്. അപ്പോൾ നിത്യമായ ജീവനാണെങ്കിലും ഈ ഭൂമിയിൽ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണമല്ലോ. അപ്പോൾ ആ ജീവിതം കൊടുക്കാനായിട്ട് ഒരാൾക്ക് നീട്ടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടെന്ന് നിലവിലുള്ള മെഡിക്കൽ സയൻസ് നമ്മളോട് പറയുകയാണെങ്കിൽ
നമുക്കത് ചെയ്യാമെന്നുള്ളതായിരുന്നു പരിശുദ്ധാത്മാവിനാൽ എനിക്ക് കിട്ടിയൊരു പ്രേരണ. അതായത് മെഡിക്കൽ തലത്തിൽ ഫിറ്റ്നസ് ആണെങ്കിൽ ഇത് ചെയ്യാം, ഒരു സഹജീവിയെ സഹായിക്കാൻ നമുക്ക് പറ്റും. സഹായിക്കാം. അപ്പൊ നമ്മൾ ഈ രക്തദാനമൊക്കെ ചെയ്യുന്നത് പോലെ തന്നോട് ഒരു പ്രക്രിയയായിട്ട് തന്നെ കാണണം, ശരിയല്ലേ? രക്തദാനം ചെയ്യുന്നത് പോലെ തന്നെയാണ്, പക്ഷേ ഇതിനൊരു ഫിറ്റ്നസ് ഉണ്ട്. അതായത് ഞാൻ ഏതാണ്ടൊരു 19-20 ടെസ്റ്റുകളിലൂടെ കടന്നുപോയി. ഇതിങ്ങനെ മാറ്റിയാൽ എനിക്ക് കുഴപ്പം ഉണ്ടാവില്ല. അതവർ കർശനമായിട്ട് ഒരു വ്യക്തിയുടെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വേറൊരാളെ രക്ഷിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മുടെ ജീവനും നമുക്ക് നിലനിർത്തണം, ഒപ്പം മറ്റൊരാളെ സഹായിക്കുകയും കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മെഡിക്കൽ സയൻസ് വേണം പറയാൻ, എക്സ്പെർട്സ് വേണമല്ലോ അതേപ്പറ്റി പരിശോധിച്ച് പറയാനായിട്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ കർത്താവിന്റെ സഹായം വേണം നമ്മളിത് ചെയ്യുമ്പോഴും, അല്ലേ? നമ്മുടെ അവയവം ആണ് വേറൊരാൾ പിടിക്കണമെങ്കിൽ അത് നമുക്ക് വെച്ച് പിടിപ്പിക്കാനേ പറ്റുള്ളൂ. യോജിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി ഇല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു ഇലമെന്റ് ആണല്ലോ ഒരാളിലേക്ക് വരുന്നത്. ഇപ്പം ഞാനും ആ കൊടുത്ത വ്യക്തി തമ്മിൽ യാതൊരു രക്തബന്ധമില്ല, മറ്റു യാതൊരു ബന്ധമില്ല. അത് യോജിക്കണമെങ്കിൽ ഇന്നിപ്പം വർഷം 2016 ആയില്ല, 10 വർഷം ആയി, അദ്ദേഹത്തിന് ഇപ്പോഴും കുഴപ്പമില്ല, അദ്ദേഹം സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പം അത് വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതെനിക്ക് പ്രചോദനം നൽകിയത് ഡേവിസ് ചെറുമേലച്ചനാണ്. അച്ഛൻ്റെ ഒരു സുവിശേഷ പ്രഘോഷണം കേട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന്. എനിക്കത് വളരെ അടുത്ത ഒരു സുഹൃത്താണ് അച്ഛൻ. അദ്ദേഹമാണ് എനിക്കിങ്ങനെ അദ്ദേഹം ബൈബിൾ കൺവെൻഷന് വന്ന് പാലായിൽ പ്രസംഗം പറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ടോക്ക് കേട്ടു. അത് കേട്ടപ്പോൾ എനിക്കും ഇങ്ങനെ ഇപ്പോൾ പറ്റൂല്ലോ എന്നുള്ള കാര്യം ചിന്തിച്ചു. അതുവരെ എനിക്കത് അറിയത്തില്ലായിരുന്നു. ഈ അവയവദാനം എന്ന് പറയുന്നതിനെ പറ്റി എനിക്ക് വലിയ ജ്ഞാനമില്ലായിരുന്നു. ഇല്ല. അദ്ദേഹത്തിന് ഞാൻ ടോക്ക് കേട്ട് കഴിയുമ്പോൾ നമുക്കും പറ്റുന്ന കാര്യമാണല്ലോ, ഒരാൾ ജീവിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ എന്നുള്ള ഒരു ചിന്ത വന്നത്. ഏതായാലും ഒരു കാര്യം, നമ്മുടെ സഭയുടെ ആദിമ കാലഘട്ടങ്ങളിലൊക്കെ ധാരാളം സന്യാസ വര്യന്മാരാണ് സഭയെ നയിച്ചുകൊണ്ടിരുന്നത്, ശരിയല്ലേ? അങ്ങനെയാണല്ലോ, ഇല്ലേ? അവരുടെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ പൗരോഹിത്യ പദവിയിലേക്കുള്ള പരിശീലനം വരെയും മൽപ്പാന്റെ പാദാന്തികത്തിൽ ഇരുന്നു കൊണ്ടുള്ളൊരു അവരെ കണ്ടുപിടിച്ചും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയല്ലായിരുന്നു. മൽപ്പാനേറ്റ് ആയിരുന്നല്ലോ, മൽപ്പാന്റെ കൂടെ നിന്ന് വളർന്നു ആ മൽപ്പാന്റെ ജീവിതം കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് പുതിയ ആളുകൾ കാര്യങ്ങൾ പഠിച്ച സഭ വൈദിക വൃത്തിയിലേക്കെല്ലാം വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അത് പിന്നീട് വളർന്ന് കൂടുതൽ അത് വിപുലമായി. അന്നൊക്കെ കുറച്ച് പേരെ നമുക്കുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് എളുപ്പമുണ്ട്. പിന്നീട് മൽപ്പാനേറ്റുകൾ എന്ന് പറയുമ്പോൾ അത് സെമിനാരികളായിട്ട് മാറി. സെമിനാരിയിലും വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു വലിയ രൂപമാണ്. അവിടെയും വൈദികരോടൊപ്പം ശമ്മാശന്മാർ കൂടെ നിന്ന് പഠിക്കുകയാണ്. അത് കുറച്ചും കൂടി വലുതാണ്, കുറച്ചും കൂടി സിസ്റ്റമാറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. ആ മൽപ്പാനേറ്റിൻ്റെ തന്നെ ഒരു വളർന്ന രൂപമാണ്. ഈ കാലഘട്ടത്തിൽ സഭ അങ്ങനെ ഒരു സെമിനാരി സിസ്റ്റത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ തത്വം ഈ മൽപ്പാനേറ്റ് തന്നെയാണ്. കൂടെ അച്ഛന്മാരുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രാർത്ഥിച്ചും എല്ലാ കാര്യങ്ങളും ചെയ്തും അങ്ങനെ അവർ വൈദികരെന്താണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുകയാണ്. അപ്പം നല്ല ആത്മീയ ആചാര്യന്മാരാണ് സെമിനാരിയിലും കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ട് സഭ നിയോഗിക്കുന്നത്. അവരെ കണ്ടുപഠിച്ച് അവർ പറയുന്നത് കേട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ പോവുകയാണ്. അത് വലിയൊരു സഭയെ ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് വന്ന വൈദികരാണ്. അല്ല, അത് ശരിക്കും ഈശോ പോലും അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അത്തരം ഒരു ഉദ്യോഗം ആദ്യമേ പറഞ്ഞു. നമ്മളെ മർക്കോസ് 3:13 മുതലുള്ള വചനങ്ങളിൽ തന്നോട് കൂടെ ആയിരിക്കാനും തനിക്ക് വേണ്ടി പ്രസംഗിക്കാനയക്കാനും തൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി 12 പേരെ തിരഞ്ഞെടുത്തു, അല്ലെ? ആ ഒരു ശൈലിയുടെ തുടർച്ചയായിട്ട് തന്നെ ഇത് കാണാം. അതാണ്. അപ്പൊ ഈശോയുടെ മാതൃകയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതെ, അതായത് ഈ ആന്തരിക ആധ്യാത്മികത പ്രധാനപ്പെട്ടതാണ്. ഇപ്പം പട്ടം ലഭിക്കുമ്പം പ്രധാനമായിട്ട് ഈ ശിഷ്യന്മാരെ അയച്ചപ്പോൾ കൊടുത്ത മിഷൻ ദൗത്യം ഇതാണല്ലോ, നിങ്ങൾ പോയി എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിക്കണം, രോഗികളെ കൈവച്ച് സുഖപ്പെടുത്തണം, പിശാചുക്കളെ പുറത്താക്കണം, അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കാണ് വേണ്ടിയിട്ട് നിങ്ങൾ നിയുക്തരായിരിക്കുന്നു. ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുമ്പോൾ അത് നേരിട്ടും മറ്റ് സ്ഥാപനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥാപനങ്ങളൊക്കെ നടത്തി അവിടെ വരുന്നു പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു എന്താണ് സഭയെന്നെ കുറിച്ച് അറിയാനൊക്കെയുള്ള അവസരം കിട്ടുന്നു. അപ്പം അച്ഛന്മാർ അല്ലെ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതം കണ്ട് ഈ കുട്ടികൾക്ക് മനസ്സിലാകണം, നല്ലതാണെന്ന് തോന്നണം. ഇത് കണ്ടോ, ഇവർ എത്രയോ മറ്റ് ഉള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരുടെ ആ സമർപ്പണം, അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവർക്ക് മനുഷ്യരോടുള്ള ബന്ധം, സ്നേഹം, കരുണ, ഇതൊക്കെ കുട്ടികളെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. ഒത്തിരി മനുഷ്യർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അച്ഛൻ
ഞങ്ങൾ ഒത്തിരി സ്വാധീനിച്ചു. ഹിന്ദുക്കളൊക്കെ ആയിട്ടുള്ളവരും മുസ്ലിങ്ങൾ പോലും പറയുന്നുണ്ട്, ഇന്ന സ്കൂളിൽ പഠിച്ചു, ആ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകൻ അല്ലെങ്കിൽ സിസ്റ്റർ എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ഞാൻ പഠിക്കില്ലായിരുന്ന അവസരങ്ങളിൽ എന്നെ വിളിച്ച് പ്രത്യേകിച്ച് എന്നോട് വലിയ സ്നേഹം കാണിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്. അതിയുടെ ഒരു ജഡ്ജി, നമ്മുടെ കേരള ഹൈക്കോടതി ജഡ്ജി പറഞ്ഞല്ലോ, ഒരു വിധി പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ആ വോട്ട് വീഴ്ചയുള്ള കേസുമായിട്ട്, ഞാൻ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചതാണ്, അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരെക്കുറിച്ച് മോശമായൊരു കാര്യം പറയേണ്ട കാര്യമില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മാതൃകയാക്കിയിട്ടാണ്. അതെ, അങ്ങനെ ഒത്തിരി ആ മനുഷ്യർക്ക് അനുഭവമുണ്ട്. നമുക്കെല്ലാം ഉണ്ട്. എന്നെ സ്കൂളിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച സിസ്റ്റർമാരാണ്. ആ വീട്ടിൽ നിന്നൊക്കെ പോരുമ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ വന്ന് ആദ്യമൊക്കെ വലിയ മടുപ്പാണല്ലോ, വീട്ടിൽ നിന്ന് പോരാനുള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ സിസ്റ്റേഴ്സൊക്കെ നമ്മളോട് കാണിച്ച വലിയ സ്നേഹവും ഒരു പരിഗണനയൊക്കെ നമുക്ക് വലിയൊരു പ്രചോദനമായിരുന്നു. അധ്യാപനം ഒരു കല എന്നതിനൊക്കെ അപ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മാതാപിതാക്കളുടെ ഒരു വകഭേദമായിട്ടാണല്ലോ അവർ പാലിക്കപ്പെടുന്നത്, അല്ലേ? ഏറ്റവും കൂടുതൽ മനുഷ്യരെ സ്വാധീനിക്കാൻ പറ്റുന്നതാണ് അധ്യാപകർക്ക്. നല്ലൊരു അധ്യാപകൻ അത്ഭുതം സൃഷ്ടിക്കും, പിള്ളേരുടെ മേൽ അതുപോലെ സ്വാധീനം ചെലുത്തും. എൻ്റെ ജീവിതത്തിൽ അതുപോലൊരു അനുഭവമുണ്ട്. ഞാൻ മലയാളം, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി, ഈ 3 വിഷയങ്ങളോട് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. പക്ഷേ എന്നെ ഒരു 6 മാസക്കാലം ഒരു ടീച്ചർ, അവരിത് ഈ മുക്കുളം ഇവിടെ ഉണ്ട്, ഏന്തയാറിനടുത്ത്, അവിടെയാണ് അവസാനത്തെ ടീച്ചർ. അവിടെയായിരുന്നു ഞാൻ വന്ന് നേരിട്ട് കാണും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ മരിച്ചു കിടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഞാൻ അറിഞ്ഞ് എനിക്കത് പോയി കണ്ട അന്ത്യോപചാരം അർപ്പിക്കാൻ പറ്റിയായിരുന്നു. 6 മാസം ഈ ടീച്ചർ പഠിപ്പിച്ചതിൻ്റെ പേരിൽ എനിക്ക് മലയാള ഭാഷ സാമാന്യം ഭേദപ്പെട്ട് ഉപയോഗിക്കാൻ ഇന്ന് പറ്റുന്നത്. കാരണം ഒരു കുഞ്ഞനുജനെ ഒരു മൂത്ത സഹോദരി എങ്ങനെ പരിപാലിക്കുന്നു അതേ രീതിയിൽ പഠിപ്പിച്ചു. അതെനിക്കൊരു വലിയ അനുഭവമായിട്ട് മാറിയിട്ടുള്ള സമർപ്പണമാണത്. വലിയ ആ ഒരു തലത്തിൽ സഭ വലിയൊരു സംഭാവന ലോകത്തിന് നൽകുന്നുണ്ട് ഈ സ്ഥാപനങ്ങളിലൂടെയെല്ലാം. ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ മേഖല ശുശ്രൂഷകൾ, മറ്റ് ഇപ്പം മിഷനിലേക്കാണെങ്കിലും വില്ലേജുകളിലൊക്കെ പോയി എത്രയോ ഈ ഹരിജനങ്ങൾ, ഗിരിജനങ്ങൾ, ആദിവാസികൾ, ഇവരുടെയൊക്കെ ആ ഒരു അവസ്ഥയിൽ ഒത്തിരി കാര്യങ്ങൾ ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതിനെയൊക്കെ വേണമെങ്കിൽ മതപരിവർത്തനം എന്നുള്ള ദുരാരോപണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും സത്യത്തിൽ അതല്ലല്ലോ സംഭവിക്കും. ഒന്നുമല്ല. മതാപരിവർത്തനം അവർ മിഷണറിമാരെല്ലാം ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. അവരുടെ പ്രവൃത്തി കണ്ട് മനുഷ്യർ ഞങ്ങൾക്ക് ഇവരുടെ കൂടെ കൂടണമെന്ന് തോന്നി വരുന്നവർ അത് നമ്മുടെ ലക്ഷ്യമല്ലല്ലോ. നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നമ്മളിലെ ആ വാക്കും പ്രവൃത്തിയും കണ്ട് അനേകർ ഈശോയിലേക്ക് ആകർഷിക്കപ്പെടും. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാരണം ഈശോ മിശിഹായാണ്. ഇവർ വിശ്വസിക്കുന്ന ഈശോ, ആ ഈശോയിൽ നിന്നാണ് ഇവർക്ക് ഇതെല്ലാം ലഭിക്കുന്നതെന്ന് അവർക്ക് അറിയാതെ തന്നെ ബോധ്യപ്പെട്ടു. ഞാൻ അതിനകത്ത് പ്രത്യേകം എനിക്ക് സ്വാധീനിച്ചൊരു സംഭവമുണ്ട്. നമ്മുടെ പൗത്യ സംസ്കാര സമയത്ത് ഇപ്പോഴത്തെ ബംഗാളിൻ്റെ ഗവർണർ വന്നിട്ടൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, പിതാവിൻ്റെ ശിഷ്യനാണ്. അന്ന് പൗത്യലച്ചൻ, അന്ന് അച്ഛനാണല്ലോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ചുമ്മാതെ പള്ളിക്കകത്ത് കയറും, പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ അവിടെ ഇരുന്ന് ആ മണിക്കൂർ മുഴുവൻ പ്രാർത്ഥിക്കുന്ന ആ പിതാവിൻ്റെ ഓർമ്മ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ബംഗാളിൽ നിന്ന് ഇവിടെ ഓടിയെത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവരാ മാതൃക സ്വീകരിക്കുന്ന ഒരു ഇല്ലേ, ഒത്തിരി പേർക്ക് അതൊരു വലിയ മാതൃകയാണ് ഈ സ്ഥാപനങ്ങളിലൂടെയൊക്കെ നടത്തുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി വെല്ലുവിളികളുണ്ട്. കാരണം ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തണമെങ്കിൽ പലപ്പോഴും ഒത്തിരി ഈ ലോകവുമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയൊക്കെ വരുന്നു, ഒത്തിരി സമ്മർദ്ദങ്ങളൊക്കെ അടിമപ്പെടേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് വെല്ലുവിളിയാണ്. അത് ദൈവം അനുഗ്രഹിക്കാതെ ഒരു കാര്യം നടക്കത്തില്ല. പക്ഷെ അതൊക്കെ പ്രാർത്ഥനയിലൂടെ നേരിടുക എന്നതിനപ്പുറത്ത് നമ്മൾ ബൗദ്ധികമായി നേരിടുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ അടി പറ്റുന്നു. അന്നേരം നമുക്ക് പരാജയം സംഭവിക്കും. ലോകവുമായിട്ട് ഐക്യപ്പെടാൻ നോക്കി ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് പോകുമ്പോൾ പരാജയപ്പെട്ടു പോകും. അതേസമയത്ത് ദൈവത്തിൽ ആശ്രയിച്ച് നിന്നാൽ തുടക്കത്തിൽ ഇച്ചിരി പരാജയങ്ങളൊക്കെ സംഭവിച്ചാൽ ആത്യന്തികമായിട്ട് വിജയമായിരിക്കും. ഒരു പ്രത്യേക സമയം എടുക്കുമെന്ന് മാത്രമേ എടുക്കുന്നു. ഒരുപക്ഷെ വൈകി നേടുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു, അല്ലേ? ഇസ്രായേലിൻ്റെ ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. 40 വർഷത്തോളം മരുഭൂമി കൂടെ കൊണ്ടുപോയിട്ടാണ് അവർക്ക് ഭാരതത്തിൽ നാട്ടിലെത്താൻ പറ്റിയത്. അതൊരു വലിയ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലൂടെ അവർ ദൈവത്തെ അറിഞ്ഞു. ഈ 40 എന്നുള്ളൊരു കണക്കിന് വലിയൊരു സ്ഥാനം നമ്മുടെ ബൈബിളിലും സഭയിലും ഉണ്ടെന്ന് അല്ലേ? ഈശോ പോലും വന്ന് 40 ദിവസമാണ് ഉപവസിച്ചത്, അല്ലേ? അതെ. അതുപോലെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ലിയോ 14 മാർപ്പാപ്പ മാതാവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശം നമുക്ക് നൽകേണ്ട ഒരു ഉപദേശമാണത്, അല്ലേ? ഞാനത് വായിച്ചിരുന്നു, ഈ പത്രത്തിലൂടെ വായിച്ചിരുന്നു.
അതിന് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് നൽകിയ ഒരു വിശദീകരണവും പത്രത്തിലൂടെ കണ്ടിരുന്നു. നമ്മൾ സഭയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ആ ഒരു കാര്യത്തിൽ പറയുന്നില്ല. മറിയം സഹരക്ഷകയല്ല എന്നാ പറയുന്നത്. അത് ശരിയുമാണ്. പൂർണ്ണമായിട്ട് ശരിയാണ്. കാരണം ഈ ദൈവത്തിന് മനുഷ്യൻ രക്ഷിക്കാൻ വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. അപ്പം അവിടെ സഹരക്ഷക എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്ക് വരുമ്പം കർത്താവ് ഈശോ മിശിഹ ആ പ്രവൃത്തികളിൽ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരാളെന്ന നിലയിൽ മറിയത്തെ കാണുന്നേ ഉള്ളൂ. ആ അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ വിശ്വാസികളെല്ലാം കാണുന്നത്. അല്ലാതെ രക്ഷയുടെ ഒരു പാത്രമായിട്ട് മറിയത്തെ കാണുന്നില്ല. അങ്ങനെ വന്നാൽ അതിൽ കൂടുതൽ സഹായം ഔസേപിതാവും ചെയ്തിട്ടില്ല. അങ്ങനെ ആരും ചിന്തിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈശോയുടെ സ്ഥാനത്തിന് ഒരു കോട്ടം തട്ടുന്ന രീതിയിൽ പരിശുദ്ധ അമ്മയെ ആരും കാണുന്നില്ല. ഈശോയോടുള്ള സ്നേഹമാണ് അമ്മയെയും നമുക്ക് സ്നേഹിക്കാനായിട്ട് കാരണമാകുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ വിശ്വാസികളുമെല്ലാം ഈശോയെ സ്നേഹിക്കാൻ ആയിട്ടുള്ള ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനായ ഈശോയ്ക്ക് തന്നെ സമർപ്പിച്ച മറിയം, ആ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച മറിയം ആ സമർപ്പണത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ്. അതാണ് ഭക്തരെ മറിയത്തിൻ്റെ ആ ജീവിതം ഈശോയെ കൂടുതൽ അറിയാൻ കാരണമാകുന്നു, ഈശോയെ അനുഭവിക്കാൻ കാരണമാകുന്നു. മറിയത്തിൻ്റെ മാതൃക അനുകരണീയമാണ്. ഇന്നെല്ലാം സാധാരണ മനുഷ്യർ ചിന്തിച്ച് ആണ് മറിയത്തോടുള്ളൊരു ഭക്തി. അത് കറക്റ്റായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ മറിയത്തോടുള്ള വണക്കമാണ്, ആരാധനയില്ല, ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഊന്നി പരിശുദ്ധ പിതാവ് ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന വ്യതിചലനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി വിശ്വാസികൾക്ക് നൽകിയൊരു പ്രബോധനമായിരിക്കും. കാരണം അത് വ്യതിചലിക്കരുത് എന്നുള്ളത് കൊണ്ടായിരിക്കും. ശരിക്കും സർവാത്മന സ്വീകാര്യമാണ്, അതിനകത്തൊരു കുഴപ്പമില്ല, വ്യക്തവും വസ്തുനിഷ്ഠവുമാണ്. അതെ, അത് അങ്ങനെ അത് സഭയുടെ ധർമ്മമാണ്. കാലാകാലങ്ങളിൽ പഠിപ്പിക്കുക, നല്ല പ്രബോധനങ്ങൾ കൊടുക്കുക, അത് പിതാക്കന്മാരുടെ കടമയാണ്. അവരത് ചെയ്യുന്നു, അത് നമുക്ക് മനസ്സിലാക്കി സ്വീകരിച്ചു പോവുക എന്നുള്ളതാണ്. ഒരുപക്ഷെ മറിയത്തിന് മരിയാരാധന എന്നൊരു പ്രസ്താവനയോ അല്ലെങ്കിൽ അത്തരം ഒരു വീക്ഷണമോ നമ്മുടെ വിശ്വാസികൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കുമില്ല. പക്ഷേ എതിർപക്ഷത്തുള്ളവർ ആരോപിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ അതായിരിക്കാം. അതെ, അത്രേ ഉള്ളൂ. അവരങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളോട് ഉള്ളതായത് കൊണ്ടൊക്കെ പറയുന്നതായിരിക്കും. ഇത് വലിയ കാര്യമൊന്നുമല്ല. ഈ പരിശുദ്ധ പിതാവ് കറക്റ്റായിട്ട കാര്യം ഇങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നു. അത് നമ്മളെ കാലാകാലങ്ങളിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യവുമാണ്. നമ്മളെ ആളുകൾ ജീവിക്കുന്നതാണ്. നമ്മുടെ പുരാതന ദേവാലയങ്ങളെല്ലാം മറിയത്തിൻ്റെ പേരിലായിരുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ സീറോ മലബാർ സഭയുടെ പുരാതന ദേവാലയങ്ങളെല്ലാം മറിയത്തിൻ്റെ പേരിലായിരുന്നു. 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ് പിന്നീട് ഈ പറയുന്ന വിശുദ്ധന്മാരുടെ എല്ലാം ഒരു വരാൻ തുടങ്ങിയത്. എല്ലാം ഭർത്തും മറിയം പള്ളികളാണ്. അപ്പം അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. പരിശുദ്ധ അമ്മ ഈശോയുമായിട്ട് എത്രമാത്രം അടുത്തിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ തന്നെ യോഹന്നാട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ആ യോഹന്നാട് പറഞ്ഞപ്പോൾ മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയായിട്ട് തന്നാണല്ലോ. അപ്പോൾ ആ അമ്മയെ നമ്മൾ അമ്മയായിട്ട് സ്വീകരിക്കുന്നു. അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം, മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മ, നമ്മുടെ എല്ലാ അമ്മ, വിശ്വാസികളുടെ അമ്മ. അത് പ്രത്യേകം എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളുടെ അമ്മയാണ്, ആ സ്ഥാനമാണ്. ഈശോ യോഹന്നാനോട് നിൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അതാണ് മനസ്സിലാക്കണം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചോളം വിശ്വാസത്തിൽ നിലനിൽക്കാൻ, ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ, ഈ ലോകത്തിലെ യാത്ര, തീർത്ഥാടനം, അതിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നതിൽ പൂർത്തിയാക്കാനൊക്കെ മറിയം വലിയൊരു സഹായമാണ്. ഒരു പ്രേരക ഘടകം അല്ലേ, നമുക്ക് ഈശോയിലേക്ക് അടുക്കാനുള്ള പ്രേരകോപാധി എന്ന നിലയിലാണ്. അതെ, മറിയത്തോട് പ്രാർത്ഥിക്കുക, അതൊക്കെ നല്ലതാണ്. നമുക്ക് മറിയത്തിൻ്റെ പ്രാർത്ഥിക്കുന്നത് തന്നെയല്ല. അതിനകത്ത് ഈ നമ്മൾ യോഹന്നാൻ 19:25-26 യോഹന്നാനോട് പറയുന്ന കാര്യം. അവിടെ വെച്ച് അതിലൂടെ ഒരു വലിയ കാര്യം കൂടി നമുക്ക് ബോധ്യമാകുന്നുണ്ട്. മറിയത്തിന് വേറെ മക്കളില്ല എന്ന കാര്യം നമുക്ക് അടിവരയിടാനത് കാരണം. തീർച്ചയായിട്ടും. കാരണം വേറെ മക്കളുണ്ടെങ്കിൽ യോഹന്നാനെ ഏൽപ്പിക്കുന്ന അനീതിയല്ലേ. സ്വന്തം മക്കളിരിക്കുമ്പം അമ്മയെ നോക്കുന്ന പണി വേറെ ആളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം, ആ വാദമുഖം തന്നെ ഖണ്ഡിക്കപ്പെടുക അവിടെ. ശരിയല്ലേ? തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു കാര്യമുള്ളൂ, നമ്മുടെ സെമിനാരികളിലൊക്കെ ആദ്യം മുതലേ പഠിപ്പിക്കുന്ന ആ ഒരു ശൈലിയിൽ തന്നെയാണ് നമ്മുടെ പുരോഹിതന്മാരൊക്കെ പരിശീലിച്ച് വരുന്നത്. ഒരുപക്ഷെ പരിശീലന ഘട്ടത്തിൽ തന്നെ ചില ആളുകൾ ഉപേക്ഷിച്ച് പോകാറുണ്ട്. അല്ലെ അവസാന നിമിഷം വരെയും ഒഴിവാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും നിർബന്ധിച്ച് ഇത് ഏൽപ്പിക്കുന്നുമില്ല. ആ പരിശീലനം, അന്നത്തെ പരിശീലനം ഇന്നത്തെ പരിശീലനം എല്ലാം തുല്യമാണെങ്കിലും ആദിമകാലത്തുണ്ടായിരുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെതായ ഒരു അംഗീകാരം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തന ശൈലിയിൽ നിന്ന് വർത്തമാന കാലത്ത് ചിലരെങ്കിലും വ്യതിചലിച്ചു പോകുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അത് ഈ
കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തെയും അത് വൈദിക വിദ്യാർത്ഥികളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഈ കാലഘട്ടത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ സമൂഹത്തിൽ ഒത്തിരി മൂല്യങ്ങൾക്കാണെങ്കിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം സ്വാധീനിച്ച് കുട്ടികളാണേലും 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെയൊക്കെ എല്ലാ കുട്ടികളുടെ കൂടി ലോകത്തിൽ പഠിച്ച് വളർന്നു വന്നവരാണല്ലോ സെമിനാരിലേക്കും വരുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കാം. അത് ഒരുപക്ഷെ സെമിനാരി കാലഘട്ടത്തിൽ ആ കാഴ്ചപ്പാടുകളെ പൂർണ്ണമായിട്ടും ശരിയും തെറ്റുമെന്ന് നിർണ്ണയിക്കാനായിട്ട് ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ശരിയായിട്ടൊരു കൃത്യമായൊരു നിർണയം അക്കാര്യത്തിൽ നടത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ബോധ്യങ്ങൾ നന്നായിട്ട് കിട്ടാതെ പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. എങ്കിലും സെമിനാരി പരിശീലനം ആത്യന്തികമായിട്ട് നല്ലതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നല്ല വിഷയങ്ങളൊക്കെ നന്നായിട്ട് പഠിപ്പിച്ച് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് സെമിനാരികളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ. ഈ മക്കളെ ഏറ്റവും നല്ല അച്ഛന്മാരാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ലോകത്തിലേക്ക് വന്ന് അവർ ശുശ്രൂഷയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില ദുസ്വാധീനങ്ങളും ചിലപ്പോൾ അതിനകത്ത് വരില്ല. ലോകത്തിൻ്റെ ഒത്തിരി സ്വാധീനങ്ങൾ ഇന്ന് പഴയ കാലത്തെക്കാളുമായിട്ടുണ്ട്. അതൊക്കെ അതിജീവിക്കാനും കൂടി അവർ പ്രാപ്തരാകണം എന്നുള്ളതാണ് ഇന്ന്. അതിൽ തീക്ഷ്ണമായ ഒരു പ്രാർത്ഥന ശൈലി സ്വീകരിക്കുക തന്നെയാണ് അഭികാമ്യം, അല്ലേ? പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1-2 വ്യതിചലനങ്ങൾ വന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കും. ശരിയാ. ഈ വ്യതിചലനങ്ങൾ എല്ലാ കാലത്തൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പഴയ കാലത്ത് ആരും അറിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ഒരു വ്യതിചലനം ആരെങ്കിലും ഒരാളൊരു ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് ലോകം മുഴുവനാവും. പക്ഷേ ഈ 1-2 സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെയാണ് എല്ലാവരും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അത് പറ്റിയല്ല. ഒരുപക്ഷെ ഒത്തിരി വിശുദ്ധ പുരോഹിതന്മാരുള്ളത് കൊണ്ടാണ് നമ്മുടെ സഭ നിലനിൽക്കുന്നത്. ഒരു വിഷയം ഇത്രയും കാലമായിട്ട് എത്രയോ പേര് അങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് അത് ഈ ലോകത്തിനൊരു സ്വഭാവമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിനെ അങ്ങോട്ട് വല്ലാതെ വലുതാക്കി ചിത്രീകരിച്ച് എല്ലാവരും ഒക്കെ ഇങ്ങനെയാണെന്ന് ഒരു പൊതു ആരോപണം പോലായി മാറും. ആക്കി മാറ്റാനായിട്ട് ലോകത്തിൻ്റെ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ഒരു എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം കൂടുതൽ അവർക്ക് എളുപ്പമുണ്ട്. പ്രചരിപ്പിക്കാൻ മാധ്യമ സ്വാധീനം കൂടുതലായതുകൊണ്ട് വളരെ എളുപ്പമായല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇതിങ്ങനെ ഒരു വരുന്നത്. ഈ എല്ലാ കാലത്തും ഇതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അതൊരു കൂടുതൽ എല്ലാ സമൂഹത്തിലും ഉണ്ട്. ചെറുതായൊരു വിഷയം വന്നാൽ, പക്ഷെ നമ്മെ സംബന്ധിച്ചോളം വിശ്വാസികൾ എനിക്ക് തോന്നുന്നൊരു പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് നാഥാൻ പ്രവാചകൻ്റെ മാതൃക വലിയൊരു ശക്തിയാണ്. അത് വീണ്ടും സ്വീകരിക്കണമെന്നാണ്. അത് നമ്മളിങ്ങനെ പുറത്തിറങ്ങി പറയുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് തെറ്റാരും വന്നാലും അത് മെത്രാനോ മാർപ്പാപ്പയോ മെത്രാപ്പൊലിത്തയോ പുരോഹിതനോ സന്യാസിയോ ആരും ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് തെറ്റാണ് നാഥാൻ ചെയ്തതാണല്ലോ. ദാവീദിൻ്റെ അടുത്തെന്ന് പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ. ദാവീദിന് ഷോക്കായി. അത് തന്നെ പൗലോസ് അവലംബിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഗലാത്യർ 3:11 കാണാമല്ലോ. തനിക്ക് കൈവപ്പ് തന്ന് മെത്രാനാക്കിയ കേപ്പായെടുത്താ പറയുന്നത് നീ ചെയ്തത് ശരിയല്ല പറഞ്ഞിട്ടുണ്ട്. മുഖത്ത് നോക്കി കാര്യം പറഞ്ഞേക്കുക. അതാണ് ഒരു പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. അങ്ങനെ അപ്രിയ സത്യങ്ങൾ പറയുന്നവരോട് അത്ര വലിയ താല്പര്യമൊന്നും കാണത്തില്ല. അല്ല, അത് നോക്കേണ്ട കാര്യമില്ല. ഈ സ്നാപയോഹന്നാനാണേലും ചെന്ന് പറയുമായിരുന്നല്ലോ ഹെറോദസിനോട് നീ തെറ്റാണ്. പക്ഷെ തലപോയി. പക്ഷേ യോഹന്നാൻ്റെ തല പോയെങ്കിലും യോഹന്നാൻ ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ സത്യം ഒരുപക്ഷെ ഒത്തിരി പീഡനങ്ങൾക്ക് കാരണമായാൽ പോലും അതാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക ധർമ്മം എന്ന് പറയുന്നത്. നമ്മളല്ലാതെ ഒരാളെ ആക്രമിച്ചാൽ അത് തിന്മകളുടെ ശക്തികൾക്ക് കൂടുതൽ പ്രവർത്തിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നൊരവസ്ഥ. അതുകൊണ്ട് അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജനത്തെയും പഠിപ്പിക്കണമെന്ന് തോന്നുന്നു. ജനങ്ങളൊക്കെ അത് നമുക്ക് സഭയിൽ തന്നെ ചില നല്ല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ കാനൻ ലോ സഭയുടെ നിയമമാണ്. ആ നിയമത്തിൽ അതൊരു വലിയ നിക്ഷേപമാണ് സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ. അതിൽ മെത്രാനോ വൈദികനോ അൽമായക്കാരനോ ആര് ഭാഗത്തു നിന്ന് വീഴ്ചകൾ വന്നാലും അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് വ്യക്തമായ ചിത്രം ഈ കാനലോയിലുണ്ട്. അപ്പോൾ സഭയിൽ തന്നെ ശിക്ഷണ നടപടിയുടെ ഒരു നല്ല ചിത്രം നമുക്ക് വലിയൊരു നിക്ഷേപമായിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ രൂപപ്പെട്ട ഈ കാനലോ എന്ന് പറയുന്ന വലിയൊരു നിക്ഷേപമാണ്. അപ്പോൾ ആ മാർഗങ്ങളൊക്കെ അവലംബിക്കുമ്പോഴാണ് നമുക്ക് ആ സഭയുടെ ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ബഹളം വെച്ചു ആ പോയിൽ പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് സഭയിൽ തന്നെ അതിനുള്ള മാർഗമുണ്ട്. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്താൽ മെത്രാനാണെങ്കിൽ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് കാനലോ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
ആ നടപടിക്രമങ്ങൾ സഭയിൽ നടക്കും. ഞാൻ ഈയിടെ നമ്മുടെ സഭയുടെ കൂദാശകളുമായി ബന്ധപ്പെട്ട് ഇച്ചിരി ലേഖനങ്ങൾ എഴുതി പുസ്തകമാക്കാൻ ഭാഗത്തിന് എഴുതിക്കൊണ്ടിരിക്കുക, കുറേ ഏറെ ആയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ CCEO ഒന്ന് പരിശോധിക്കണമെന്ന് വിചാരിച്ചത്. വാറ്റിക്കൻ കാത്തലിക് ചർച്ച് അതെൻ്റെ ഇരിപ്പുണ്ട്. ഇതുകൂടാതെ നമ്മുടെ പൗരസ്ത്യ സഭകളുടെ കാനോൻ നിയമസംഹിത ഇത് കൊണ്ടുവന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ എത്രയോ ആഴത്തിലേക്കാണ് ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ച് സഭ പ്രബോധിപ്പിക്കുന്നത് മനസ്സിലായത്. അപ്പോൾ അത് എടുത്ത് റെഫർ ചെയ്യുന്നത് തന്നെ ഒരു ഹരമായി മാറി. ബൈബിളും ഇതും കൂടെ വെച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് വായിക്കുമ്പോഴതിൻ്റെ കാലാകാലങ്ങളിലൂടെ സഭ കിട്ടിയിരിക്കുന്ന വലിയൊരു നിക്ഷേപമാണ് ഈ കാനോൻ ലോ സംഹിതകൾ. അത് ബൈബിളിനോടും പാരമ്പര്യത്തോടും എല്ലാം വളരെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ രൂപപ്പെട്ട് വന്നിരിക്കുന്നതാണ്. അപ്പം അതിലെല്ലാം ഉണ്ട് ശരിക്കും പറയാം. അതുകൊണ്ട് നമ്മുടെ ഒരു വിഷയത്തെ നമുക്ക് ആ കാനോൻ ലോ തന്നെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് പ്രായോഗികമായി പരിഹരിച്ചെടുക്കണമെന്ന് മാത്രം, അത് അനുവർത്തിച്ചു പോവുക എന്നുള്ളതാണ്. എല്ലാവരും അത് ഉൾക്കൊള്ളണം. ആ സഭയുടെ നിയമത്തിൻ്റെ ചൈതന്യം എല്ലാവർക്കും ബാധകമാണ്. എല്ലാവരും അത് ഉൾക്കൊള്ളണം. അതാണ് അതിൻ്റെ, അതായത് എന്താണ് നമ്മുടെ നിർദ്ദേശം, ആ നിർദ്ദേശത്തെ സർവാത്മന സ്വീകരിച്ച് വിധേയപ്പെട്ട് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റണം. അതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പോൾ അതിന് ഏറ്റവും പിന്നെ മറ്റൊരു വിഷയമുള്ളത് വെച്ചാൽ, നമ്മുടെ പണ്ട് കാലത്തൊക്കെ പൗരോഹിത്യ പദവിയിൽ വന്നു കഴിയുമ്പോൾ അവരുടെ ആത്മീയ ഉത്കർഷത്തിന് ഉതകുന്നുള്ള പരിശീലനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു, പ്രാമുഖ്യം. പക്ഷെ ഇന്നിപ്പോൾ മിക്കവാറും കൊച്ചച്ചന്മാരെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്ന ബിസിനസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് കൂടെ ഒത്തിരി പേര് MBA പോലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ പോയി. ഇപ്പോൾ റോമിലൊക്കെ പഠിക്കാൻ വേണമെങ്കിൽ എവിടെങ്കിലും പോയി എന്തെങ്കിലും ഇത്തരം ധനതത്വ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ പ്രബോധനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എന്താണ് അതിൽ ശരി തെറ്റുകളൊന്നും? നമ്മൾ മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ്. പഴയ കാലങ്ങളിലൊക്കെ മൽപ്പാന സിസ്റ്റം എന്ന് പറയുമ്പോൾ കുറച്ച് പേര് ഒരച്ഛൻ്റെ കൂടെ അച്ഛന് കൈകാര്യം ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങൾ അത്രയും പേരേ ഉള്ളൂ. ഇപ്പോൾ സ്കൂളിൽ അടിസ്ഥാനപരമായിട്ടൊരു ടീച്ചറിന് 8 കുട്ടികൾ 6 കുട്ടികൾ അങ്ങനെ ഒരു തത്വമുണ്ട്. അത് കൂടുതലായി കഴിഞ്ഞാൽ അവരെ ശരിയായിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കാനായിട്ട് പറ്റാതെ വരും. അപ്പം ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വലിയൊരു സമൂഹമാണ് വരുന്നത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പം സെമിനാറുകളിൽ 100 പേരെ വേണം ഈ അച്ഛന്മാർക്ക് പഠിപ്പിക്കാനുമൊക്കെ. ഒത്തിരി പരിമിതികളാണ്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അവരൊക്കെ ശ്രദ്ധിക്കാനോ ബോധ്യം കൊടുക്കാനോ കാര്യങ്ങൾ പരിശീലിപ്പിക്കാനോ ഒക്കെയുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്. അതിൻ്റെ ചില കുറവുകൾ കാണാം. അതുകൊണ്ട് ഈ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നത് വെച്ചാൽ, പലയിടങ്ങളിലും ഈ സർക്കാരിനാണെങ്കിലും നമ്മൾ വിധേയപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ചില ആളുകൾ ചർച്ച് ആക്ട് എന്നൊക്കെ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ആക്ച്വലി സഭയെ സംബന്ധിച്ചിടത്തോളം ചർച്ച് ആക്ട് എന്നുള്ളൊരു കാര്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതെല്ലാം അവർ ഓൺ പ്രോപ്പർട്ടിയാണ്. നമുക്ക് ദാനം കിട്ടിയതായിരിക്കാം, നമ്മൾ പിരിവെടുത്ത് മേടിച്ചതായിരിക്കാം, നമ്മുടെ സ്വന്തമായി വാങ്ങിച്ച് അത് പോക്കുവരവ് ചെയ്ത് കരം തീർത്ത് അതിന് സർക്കാരിൻ്റെ നിയമവ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായി ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. പിന്നെ അവിടെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ വീഴ്ച സംഭവിച്ചിരിക്കാം. പക്ഷെ അത് ചോദ്യം ചെയ്യാൻ നിലവിലുള്ള നിയമം പര്യാപ്തവുമാണ്. സഭയുടെ സ്വത്തെല്ലാം വിശ്വാസികളുടെ കൂടിയാണ്. സഭയുടെ സ്വത്ത് മെത്രാൻ്റെയോ മാർപ്പാപ്പായുടെയോ ഒന്നുമല്ല. അവരൊക്കെ ആ കാലാകാലങ്ങളിൽ അവർ ചെയ്യുന്ന ആ സമയത്ത് ഇതിൻ്റെ കസ്റ്റോഡിയൻസ് ആയിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരൊന്നുമല്ല ഇതിൻ്റെ യഥാർത്ഥ സ്വത്തിൻ്റെ. സഭയുടെ സ്വത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ, അത് ഈ തലമുറ കഴിയുമ്പോൾ അടുത്ത തലമുറയായിട്ട് ഒരു പള്ളിയുടെ ആണെങ്കിലും അങ്ങനെയാണല്ലോ. പള്ളിയുടെ സ്വത്ത് എല്ലാവരുടെയും കൂടെ സ്വത്താണ്. ആ വിചാരിച്ച് വന്നു പോകുന്നു. അവിടെ ഒരേ കാലത്ത് കൈക്കാരന്മാർ വരുന്നു, അവർ കാര്യങ്ങൾ നടത്തുന്നു. താൽക്കാലികമായ ഒരു കൈകാര്യം, അത്രേ ഉള്ളൂ. ആ സ്വത്തെന്ന് പറയുന്നത്, ആ പള്ളിയുടെ സ്വത്ത് ആ പള്ളിയിലെ മുഴുവൻ വിശ്വാസികളുടെയും കൂടെയാണ്. ഞങ്ങളുടെ പള്ളി എന്നല്ലേ നമ്മൾ പറയുന്നത്. ഞങ്ങളുടെ പള്ളിയുടെ സ്ഥലമാണിത് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സ്ഥലമാണെന്നുള്ളൊരു നമുക്ക് തന്നെ ഉള്ളിൽ തോന്നുന്നത് നമ്മളെല്ലാവരുടെയും കൂടെ കൂടിയാണ്. ആരുടെയും പ്രത്യേകിച്ച് ഒരാളുടെ അല്ല. അച്ഛൻ വരുന്നു പോകുന്നു, ഇന്നത്തെ ആളല്ല നാളെ വരുന്നത്, അത്രയേ ഉള്ളൂ ബന്ധം. ഞാനിപ്പോൾ ചെങ്ങമനാട്, അതായത് എറണാകുളം അങ്കമാലി അതിൽ ചെങ്ങമനാട് ഇടവകയിലാണ്. അവിടുത്തെ പഴയൊരു കപ്പ്യാരുണ്ട്. ഞാൻ അവിടെ ആ നാട്ടിൽ വരുന്ന കാലം മുതൽ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് 4 മക്കളുണ്ട്, ആൺമക്കളെ. അതിൽ മൂത്തയാൾ ഒരു പോലീസുകാരനാണ്, ഒന്നൊരു പുരോഹിതനാണ്, വേറൊരാൾ ദീപികയുടെ ഒരു ഏജൻറ്റ്, മറ്റൊരാൾ മറ്റു കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അവരെല്ലാം ഒരുമാതിരി സഭയുടെ വിശ്വാസത്തിൽ പോകുന്നവരാണ്. ഒരു ദിവസം ഞാനൊരു ബസ്സിൽ വരികയാണ്, പറവൂരിൽ നിന്നൊരു പ്രൈവറ്റ് ബസ്സിൽ കയറി വരുമ്പോൾ ഈ പോലീസുകാരൻ യൂണിഫോം മഫ്റ്റിയിലാണ് പുള്ളി. അദ്ദേഹം പക്ഷെ എല്ലാവർക്കും അറിയാം പോലീസുകാരനാണെന്ന്. പുള്ളി പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തേ അദ്ദേഹം സഞ്ചരിക്കുകയുള്ളൂ, വെറുതെ വരും. ഇദ്ദേഹം ആ പള്ളിയുടെ അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു മുസ്ലിം സഹോദരൻ പറയാ,
10 പൈസ കൈക്കൂലി മേടിക്കാത്തൊരു പോലീസുകാരൻ താണ്ട പോകണമെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ അഭിമാനം. ഞാൻ അത് ഞങ്ങളുടെ പള്ളിയിലെ കപ്പ്യാരുടെ മോനാന്ന് പറയുന്നത് ഒരു അഭിമാനം വരികയാണ്. കാരണം എൻ്റെ പള്ളിയിലെ കപ്പ്യാരുടെ മകൻ ഇത്തരത്തിലൊരു പോലീസുകാരനാണെന്ന് പറയുമ്പോൾ അതല്ലേ നമ്മുടെ പള്ളി, നമ്മുടെ ആളെന്നുള്ളൊരു അതൊരു മാതൃകയല്ലേ. ആളുകളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ കപ്പ്യാരുടെ മോനാന്ന് പറഞ്ഞു. ഈ രീതിയിലാണല്ലേ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതെ, തീർച്ചയായിട്ടും. അത് അങ്ങനെ ഒരു നമ്മുടെ ഈ വൈദികർ, ബത്രാന്മാര്, വൈദികര്, സന്യസ്തര്, ഇവർക്കെല്ലാം ഉള്ള ഒരു സമൂഹം ഏറ്റവും അധികം ആദരിക്കുന്ന ഒരു വിഭാഗമാണ് കത്തോലിക്കാ സഭയിലെ ക്രിസ്ത്യൻ ആയിട്ടുള്ള വൈദികര്, മെത്രാന്മാര്, സന്യാസികൾ. കാരണം അവരുടെ പ്രവർത്തനങ്ങൾക്ക് സവിശേഷമായ ഒരു സ്വഭാവമുണ്ട്. സ്നേഹവും കരുണയും മറ്റുള്ള എല്ലാവരോടുള്ള സമഭാവനയും ഇങ്ങനെയെല്ലാം ഉള്ള ഒരു രീതിയാണ് അവലംബിക്കാറുള്ളത്. എല്ലാ മനുഷ്യരെയും ഒരു സ്നേഹപൂർവ്വം വ്യത്യാസമൊന്നും കൂടാതെ ചേർത്ത് നിർത്തുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സമൂഹത്തിലും ഈ ഇവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം ഇങ്ങനെ ഈ സമൂഹത്തോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ബഹുമാനം എപ്പോഴും ഉണ്ട്. അതില്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തിയുണ്ട് ലോകത്ത്. അതില്ലാതാക്കി കഴിഞ്ഞാൽ എളുപ്പമുണ്ട് സഭയെ ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ. അപ്പോൾ അതൊക്കെ വളരെ ആസൂത്രിതമായിട്ടൊക്കെ നടക്കുന്നുണ്ട്, നമ്മളറിയുന്നില്ല. പക്ഷേ അതൊക്കെ തിന്മയുടെ ശക്തികൾ വളരെ ശക്തമായിട്ട് നീങ്ങുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഒരു ആത്മീയ ശക്തിയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഭൗതികത കൊണ്ട് നിറയ്ക്കാൻ പറ്റും. നമ്മുടെ പിള്ളേരൊക്കെ വേദപാഠം പഠിക്കണം, അവർ നന്നായിട്ട് പഠിച്ചു, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ദൈവവചനം കേട്ടു, അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ അവർ നന്നായിട്ടൊക്കെ ജീവിക്കും. അങ്ങനെ നന്നായിട്ട് ജീവിക്കരുതെന്ന് ആഗ്രഹമുള്ള ശക്തികൾ ലോകത്തിലുണ്ട്. ഇവരെങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു ചട്ടവട്ടത്തിൽ നിന്ന് പുറത്തിയാടിച്ച് ലോകത്തിൻ്റെതാക്കി മാറ്റുക. അപ്പോൾ ഈ പറഞ്ഞ പോലീസുകാരൻ്റെ അനിയൻ നമ്മുടെ ഒരുപക്ഷെ പിതാവിന് അറിയാമായിരിക്കും. ആന്റണി തേക്കാനത്തച്ഛൻ, വിൻസെന്റ് കോൺഗ്രേഷൻ ഒരു അച്ഛൻ. ആന്റണി തേക്കാനത്തച്ഛൻ അറിയാം. അദ്ദേഹം നല്ലൊരു സുവിശേഷൻ, ഇപ്പം അമേരിക്കയിലാണ്. അദ്ദേഹത്തോട് ഇപ്പം ഞങ്ങൾ പണ്ട് സുവിശേഷ പ്രഘോഷണവും 5 പൈസ പുള്ളി വണ്ടിക്കൂലി പോലും മേടിക്കത്തില്ല. അവിടെ വണ്ടി കൊണ്ട് ഇറക്കി വിടുന്നു, തിരിച്ചു പോകുന്നല്ലാതെ പുള്ളി ഒരു പൈസ ഈ ചെയ്യുന്നുള്ളതിന് മേടിക്കത്തില്ല. കാരണം അത് എനിക്ക് തോന്നുന്നു ആ പിതാവ് കാണിച്ചു കൊടുത്തൊരു ശൈലിയായിരിക്കും അല്ലേ. ആ കപ്പ്യാരെന്ന് പറഞ്ഞാലും പുള്ളി ഉണ്ടല്ലോ സഭയുടെ എല്ലാ ആൾക്കാരെ നിൽക്കുന്ന ആളല്ലേ. അദ്ദേഹം കാണിച്ചു കൊടുത്ത് കണ്ടുപിടി അത് ആ പോലീസുകാരനും ചെയ്യുന്നു. ഇപ്പം മറ്റ് അനുജന്മാരാണെങ്കിലും അവരെല്ലാം ആ ഒരു ശൈലി സ്വീകരിക്കുന്നുണ്ട്. അതൊരു ക്രൈസ്തവികതയുടെ ഒരു ഉയർന്ന മാനമല്ലേ അത്. തീർച്ചയായിട്ടും. നമുക്ക് സുവിശേഷ പ്രഘോഷണം ഒരു ജീവിത മാർഗമല്ലല്ലോ, നമ്മുടെ ജീവിത ലക്ഷ്യമാണ്. നമ്മളെ സംബന്ധിച്ചോളം അതൊരിക്കലും ഒരു ജീവിത ഉപാധിയൊന്നുമല്ല. ആ സമയത്ത് അതിനൊക്കെ ഉപരിയായിട്ട് നിത്യമായ ജീവൻ പ്രാപിക്കാനായിട്ട് നമുക്കുള്ളൊരു വഴിയും മാർഗവുമാണ്. ആ ലക്ഷ്യം നേടാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് നമുക്ക് യാതൊരു സാമ്പത്തികമായ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, പ്രതിഫലം ആവശ്യമില്ല. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ തന്നെ അതിനാൽ തന്നെ നമുക്ക് നിത്യതയിൽ ഒരു പ്രതിഫലം ലഭിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ. അതിനെ വെല്ലുന്ന ഒരു പ്രതിഫലവും നമുക്ക് ഇവിടുന്ന് ആരും തരാനില്ല. അപ്പോൾ ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ആ മനുഷ്യനൊക്കെ അങ്ങനെ ചെയ്തത്. അവർക്കറിയാം ഈ സുവിശേഷം പ്രഘോഷിക്കുന്നതുകൊണ്ടുള്ള നന്മ എനിക്കെന്താണ് എന്നുള്ളത്. അത് എന്നിലുണ്ടായിരിക്കുന്ന നന്മയുടെ ഒരു അതിൻ്റെ സമ്പന്നത അതുമായിട്ട് തട്ടിക്കുമ്പം ഇവിടെ കിട്ടുന്ന ഒരു പ്രതിഫലം ഒന്നുമല്ലെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അവരത് നിസ്സാരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെന്നോ അവർക്കറിയാം.